ഒടുവിൽ മുസ്ലിം വർഗീയതയ്ക്ക് മുന്നിൽ ഒരിക്കൽ കൂടി മുട്ടുമടക്കിയിരിക്കുകയാണ് CPM-ഉം സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും. മുസ്ലിം ലീഗിനെതിരായ പ്രസ്താവന മന്ത്രി പിൻവലിച്ചു. പാർട്ടി സമ്മർദ്ദം ചെലുത്തിയതോടെയാണ് ഖേദം പ്രകടിപ്പിക്കുന്നതെന്ന് അറിയിച്ച് മാപ്പ് പറയുകയായിരുന്നു സജി ചെറിയാൻ. വിവരങ്ങൾ പ്രജിത് മോഹൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകും. പ്രജിത്ത്, ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഈ മുസ്ലിം ഭീകരവാദത്തോട് വലിയ തോതിൽ പ്രതിഷേധിക്കുവാനോ പ്രതിരോധിക്കുവാനോ CPM-ന് ഭയമാണ്. അത് ജമാഅത്തെ ഇസ്ലാമി ആയിക്കോട്ടെ, SDPI ആയിക്കോട്ടെ, പോപ്പുലർ ഫ്രണ്ട് ആയിക്കോട്ടെ, ഇനിയും മുസ്ലിം രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി മാത്രം ഈ ഖേദപ്രകടനത്തെ കണ്ടാൽ മതിയല്ലോ. നേരത്തെ AK ബാലൻ്റെ പ്രസ്താവന നമ്മൾ കണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി ഒരു കേസുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് AK ബാലൻ പ്രത്യക്ഷപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞത് താൻ പിൻവലിക്കില്ല, താൻ ജയിലിൽ പോകണമെങ്കിൽ ജയിലിൽ പോകുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെയും അദ്ദേഹം ശ്രമിച്ചത് കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പീഡിപ്പിക്കാനാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റ് കണ്ട എല്ലാവർക്കും അറിയാം. അന്ന് അദ്ദേഹം പറഞ്ഞത് താൻ ഈമാനുള്ള കമ്മ്യൂണിസ്റ്റാണ്, അതോടൊപ്പം തന്നെ ജയിലിൽ പോവുകയാണെങ്കിൽ ഖുർആൻ വായിക്കും, താൻ സ്കൂൾ പഠനകാലം മുതൽ തന്നെ പലരുടെയും ഈ പറയുന്ന മതപ്രസംഗങ്ങളൊക്കെ കേട്ട് വളർന്ന ഒരാളാണ്. അങ്ങനെ ഈ പറയുന്ന അദ്ദേഹം മത്സരിച്ച സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹം ജയിച്ച സ്ഥലങ്ങളിലൊക്കെ തനിക്ക് പിന്തുണയുമായി മുസ്ലിം സംഘടനകളൊക്കെ വന്നിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്ന് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പ്രീണിപ്പിക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ തങ്ങളുടെ ഭാഗം ഒരു ശരിയായി നിലനിർത്താനുള്ള ശ്രമമാണ് AK ബാലൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ സമാനമായിട്ടുള്ള നിലപാട് മാറ്റം തന്നെയാണ് സജി ചെറിയാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. കാരണം കാസർഗോഡ് പോലെയുള്ള ചില ഭാഗങ്ങളിൽ, മലപ്പുറത്തുമൊക്കെ എങ്ങനെയാണ് മുസ്ലിം ഭൂരിപക്ഷ സ്ഥലങ്ങളിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾ തന്നെ ജയിച്ചു വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം പറഞ്ഞു. അതിന് പിന്നിലൊരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. അതിൽ ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു നിലപാട് പറയുന്നു. പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ താൻ പറഞ്ഞത് മുസ്ലിങ്ങൾക്കെതിരെയല്ല, മുസ്ലിം ലീഗിനെതിരെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും അവിടെ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്, ഒരു മാറ്റവുമില്ല എന്നൊക്കെ പറഞ്ഞ അതേ സജി ചെറിയാൻ തന്നെ ഇപ്പോഴിതാ ഈ നിലപാട് മാറ്റത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് താൻ പറഞ്ഞത് ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ താൻ ഖേദം പ്രകടിപ്പിക്കുന്നു, തൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതിന് പിന്നിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായതിന് പിന്നാലെ CPM-ൻ്റെ പല യോഗങ്ങളിലും സജി ചെറിയാനെതിരെ വലിയ വിമർശനം വന്നിട്ടുണ്ട്. നേരത്തെ AK ബാലനെതിരെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിട്ടുള്ള സമാനമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഈ പറയുന്ന രീതിയിൽ CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ സജി ചെറിയാനെതിരെ നിലപാട് സ്വീകരിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതാണ്. മുഖ്യമന്ത്രിയൊക്കെ ചില പിന്തുണ കൊടുത്തുവെങ്കിലും അതിനപ്പുറത്തേക്ക് കാര്യമായിട്ടുള്ളതൊന്നും ഉണ്ടായില്ല. ഒടുവിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന് വഴങ്ങി സജി ചെറിയാനും തൻ്റെ നിലപാട് മാറ്റി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഗൗതം, നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മുൻപിൽ സ്വന്തമായ ഒരു അഭിപ്രായം പറയാൻ, സ്വന്തമായൊരു നിലപാട് പറഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കാൻ CPM-നോ CPM-ൻ്റെ നേതാക്കൾക്കോ കഴിയില്ല എന്നുള്ളതിനുള്ള പുതിയ തെളിവാണ്, അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇതെന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു. ഇതുതന്നെയാണ് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് UDF ആണെങ്കിലും ശരി, LDF ആണെങ്കിലും ശരി, ഇരു മുന്നണികൾക്കും കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അഭിപ്രായങ്ങൾക്കോ അവരുടെ നിലപാടുകൾക്കോ അപ്പുറത്തേക്കോ ഒരു അഭിപ്രായം പറയാനോ ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാനോ കഴിയില്ല എന്നുള്ള ദയനീയാവസ്ഥയുടെ ഉദാഹരണം കൂടിയാണ് സജി ചെറിയാൻ്റെ ഈ മാപ്പ് പറച്ചിൽ, ഈ നിലപാട് മാറ്റം, ഈ നടുവളയ്ക്കൽ എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. കേരളത്തിലെ അപകടകരമായിട്ടുള്ള രാഷ്ട്രീയ സ്ഥിതി, അത് ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും ശരി, മുസ്ലിം ലീഗ് ആണെങ്കിലും ശരി, നേതൃത്വം നൽകുന്ന ആ അപകടകരമായിട്ടുള്ള ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ വളർച്ച, അതിൻ്റെ ശക്തി, അതിന് ഏത് രീതിയിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെ അഭിപ്രായങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമെന്നതിൻ്റെ എല്ലാം വലിയ തെളിവായി സജി ചെറിയാൻ്റെ പിന്മാറ്റത്തെ കാണേണ്ടതുണ്ട്. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം സജി ചെറിയാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, അത് പിന്നാലെ അദ്ദേഹം നിലപാട് മാറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴും നമ്മൾ ചോദിച്ചിരുന്നു, നിയമസഭാ സമ്മേളനം അടുത്തിരിക്കുന്ന സമയമാണ്, നിയമസഭാ സമ്മേളനത്തിലേക്ക് വരുമ്പോൾ സജി ചെറിയാൻ തൻ്റെ ഈ നിലപാട് ആവർത്തിക്കുമോ എന്നുള്ളത്. നിയമസഭാ സമ്മേളനത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ നാളെ മുതലാണ് ആരംഭിക്കുക. ആ രാഷ്ട്രീയ ചർച്ചകൾ ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ സജി ചെറിയാൻ നിലപാട് മാറ്റിയിരിക്കുന്നു. നേരത്തെ മുസ്ലിം ലീഗ് നേതാക്കളുടെ അടക്കമുള്ള പരാമർശങ്ങൾ വലിയ വിമർശനം നേരിട്ടിട്ടെങ്കിലും അതിനെതിരെ നിലപാട് സ്വീകരിക്കാൻ, പ്രത്യേകിച്ച് KM ഷാജി അടക്കമുള്ളവർ മതമാണ് ഞങ്ങൾക്ക് പ്രശ്നമെന്ന് ആവർത്തിച്ച് പൊതുസമ്മേളനങ്ങളിൽ പറയുമ്പോഴും അതിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കാൻ കേരളത്തിലെ CPM-നോ ഇടതുമുന്നണിക്കോ ഇടതുമുന്നണിയിലെ മന്ത്രിമാർക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യവും അവിടെ നിലനിൽക്കുന്നു. അപ്പോഴാണ് അതേ രീതിയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, KM ഷാജിയുടെ അടക്കമുള്ള സ്റ്റേറ്റ്മെൻറ്റുകളുടെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ
അവസ്ഥ എന്നുള്ളത് കൃത്യമായി തുറന്നു പറഞ്ഞ സജി ചെറിയാനെ ഒടുവിൽ CPM നിലപാട് മാറ്റിച്ചിരിക്കുന്നു. ആ നിലപാട് മാറ്റി പറയാൻ പ്രേരിപ്പിച്ചിരിക്കുന്നു. അതിന് പിന്നിലും കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സമ്മർദ്ദം തന്നെ. ഗൗതം. പ്രജിത്ത്, അത് തന്നെയാണ്. അതായത് നമുക്കറിയാം, ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പേരിലും അവരുടെ പതാകയിലും അവരുടെ ആശയങ്ങളിലും എല്ലാം അതൊരു മതത്തെ കേന്ദ്രീകരിക്കുന്ന പാർട്ടിയാണ്. 1947 നമ്മുടെ രാജ്യത്തെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കാൻ കാരണമായൊരു പാർട്ടി. ആ പാർട്ടിക്ക് കേരളത്തിൽ മന്ത്രിസഭയിൽ അംഗത്വം കൊടുത്തുകൊണ്ട്, അതായത് മുസ്ലിം ലീഗ് എന്ന ഒരു മതരാഷ്ട്രീയ പാർട്ടിക്ക് ഒരു മാന്യതയുടെ മേലങ്കി ആദ്യം കേരള രാഷ്ട്രീയത്തിൽ നൽകുന്നത് EMS നമ്പൂതിരിപ്പാടാണ്. കാരണം EMSന്റെ 2ാം മന്ത്രിസഭയിലാണ് ആദ്യമായി മുസ്ലിം ലീഗ് എന്നൊരു മതപാർട്ടി കേരളത്തിൽ മന്ത്രിസഭയുടെ ഭാഗമാകുന്നത്. ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പോലും അതിന് തയ്യാറായിരുന്നില്ല. പട്ടം നാണുപിള്ളയുടെയും R ശങ്കറിൻ്റെയും ഒക്കെ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിനെ അടുപ്പിക്കാൻ അന്നത്തെ കോൺഗ്രസ്സുകാരും PSPക്കാരും ഒന്നും തയ്യാറായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു മതരാഷ്ട്രീയ പാർട്ടിയെ, മതം പച്ചയ്ക്ക് പറഞ്ഞ് ജീവിക്കുന്ന ഒരു പാർട്ടിയെ ആദ്യകാലത്ത് തന്നെ പ്രീണിപ്പിച്ചത് CPM ആണ്, കമ്മ്യൂണിസ്റ്റുകളാണ്. ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരാണ് മുസ്ലിം ലീഗിന് വളം വെച്ചു കൊടുത്തത്. അവർക്ക് മലപ്പുറം ജില്ല രൂപീകരിച്ചു കൊടുത്തത് EMS ആണ്. അപ്പോൾ ഇതെല്ലാം ഈ കേരളത്തിൻ്റെ ചരിത്രമാണ്. അപ്പോൾ ആ ചരിത്രം വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നു. ഒരു മന്ത്രി മുസ്ലിം ലീഗിൻ്റെ വളർച്ച ഈ നാടിന് ആപത്താണെന്ന് ആദ്യഘട്ടത്തിൽ പറയുന്നു. ഒരാഴ്ചയ്ക്കകം വലിയ പ്രതിഷേധം ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിനെ തിരുത്തുകയാണല്ലെങ്കിൽ തിരുത്താൻ പ്രേരിപ്പിക്കുകയാണ് CPM ആ മന്ത്രിയെ കൊണ്ട്. അങ്ങനെ വേണ്ടേ വ്യാഖ്യാനിക്കാൻ? അതങ്ങനെ തന്നെയാണ്. കാരണം ഇത്രയും കാലമുണ്ടായിട്ടുള്ള പല ചരിത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അത് ഗൗതം സൂചിപ്പിച്ചതാണെങ്കിലും ശരി, അതിന് പിന്നാലെ കേരളത്തിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണെങ്കിലും ശരി, അന്നൊന്നും ഈ പറയുന്ന ഒരു നിലപാടിനപ്പുറത്തേക്ക് പോകാൻ CPMന് ഒരു കാലത്തും ധൈര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയേണ്ടത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരേക്ക് ഒരു നിലപാട് ചില സമയത്തൊക്കെ പറയുന്നുണ്ടെങ്കിലും നേരത്തെ പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിൽ തന്നെ കേരളത്തിലെ പല സീറ്റുകളിലും വിജയിച്ച് കയറിയിട്ടുള്ള പാർട്ടിയാണ് CPM എന്നുള്ളത് നമുക്കറിയാം. പലയിടങ്ങളിലും ഇസ്ലാമിക അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളെ മാത്രം മത്സരിപ്പിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി കൂടിയാണ് CPM എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അങ്ങനെ മുൻ നിലപാടുകൾ പോലും സമാനമായ രീതിയിൽ തീവ്ര ഇസ്ലാമിക രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി അവരുടെ വിഷയങ്ങളിലെ ചാമ്പ്യൻ ആര് എന്ന രീതിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കാൻ ശ്രമം നടത്തിയിട്ടുള്ള രാഷ്ട്രീയ സംവിധാനം കൂടിയാണ് CPMഉം LDFും എല്ലാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നമ്മളത് കണ്ടതാണ്. CAA വിരുദ്ധ സമരം, അതുപോലെയുള്ള പലസ്തീൻ ഇഷ്യൂ, അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ UDFിനേക്കാളും മുസ്ലിം ലീഗിനേക്കാളും വലിയ മുസ്ലിം വിഷയങ്ങളിലെ ചാമ്പ്യന്മാരായിട്ടുള്ള രാഷ്ട്രീയ സംവിധാനം തങ്ങളാണെന്ന് തെളിയിക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ച പരിപാടികൾ നടത്തിയ ആളുകളാണ് CPM. അതിൽ കേരളത്തിലെ പല നിലപാടുകൾ പറയുന്ന, പല അപകടകരമായ നിലപാടുകൾ പറയുന്ന, പല പ്രാകൃതമായ നിലപാടുകൾ പറയുന്ന മതനേതാക്കളെ പോലും കൊണ്ടുവന്ന് വേദി പങ്കിടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നിട്ടില്ലാത്ത പാർട്ടിയാണ് CPM. സ്ത്രീവിരുദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുള്ള നേതാക്കളെ, അങ്ങനെയുള്ള വിവിധ നേതാക്കളെ, മതനേതാക്കളെ കൊണ്ടുവന്നിരുത്തി വേദികളിൽ കൊടുത്ത് അവർക്ക് വേണ്ടി അവരെ വാഴ്ത്തിപ്പാടിയ ആളുകളാണ് CPMഉം സർക്കാരും മുഖ്യമന്ത്രിയുമൊക്കെ. അപ്പോൾ സ്വാഭാവികമായും സജി ചെറിയാൻ്റെ കാര്യത്തിലും ഇങ്ങനെയൊരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. ആ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. CPMന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി സജി ചെറിയാൻ സ്വന്തം നിലപാട് അദ്ദേഹം അത് ഒടുവിൽ മാറ്റിപ്പറയാൻ സമ്മർദ്ദത്തിൽ അല്ലെങ്കിൽ ആയിരിക്കുന്നു. അതിന് അത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നൊരു പ്രസ് മീറ്റ് നടത്തിയല്ല അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞു, ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ആ രീതിയിൽ നിലപാട് മാറ്റേണ്ടി വന്നതിൻ്റെ ഒരു ഈർഷ്യ അത് സജി ചെറിയാനും കാണുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതൊക്കെ അവിടെ നിലനിൽക്കട്ടെ. കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ മറുപടി പറയാൻ, കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തുറന്നു കാട്ടിക്കാൻ ഒരു നട്ടലുള്ള രാഷ്ട്രീയ സംവിധാനമായി CPMനെ കാണാൻ കഴിയില്ല എന്നുള്ള വസ്തുത അത് വീണ്ടും വീണ്ടും ഈ പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കലിലൂടെ ആവർത്തിക്കുകയാണ്. ഗൗതം. ഓക്കെ പ്രജിത്ത്, എന്തായാലും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തൊട്ടുകളിക്കാൻ ഇനിയും CPMന് കെൽപ്പില്ല. ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിക്കുന്ന നിലപാട് തുടരുമെന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ സജി ചെറിയാൻ വ്യക്തമാക്കുന്നത്. മുസ്ലിം ലീഗിന്റെ വളർച്ച ഈ നാടിന് ആപത്താണെന്ന് പറഞ്ഞ മന്ത്രി ഇതാ ഈ ഘട്ടത്തിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. തന്റെ പ്രസ്താവന ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുന്നു എന്ന രീതിയിലാണ് പത്രപ്രസ്താവന മന്ത്രി സജി ചെറിയാൻ ഇറക്കിയിരിക്കുന്നത്. CPM നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് മന്ത്രിയുടെ ഇപ്പോഴത്തെ മനമാറ്റമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രജിത് മോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്ന്